പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 3-4 തവണ നന്നായിട്ട് വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 30 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അടുത്തതായിട്ട് വേണ്ടത് ചിക്കനാണ്. എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ചേർത്താലും മതി. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ടുള്ള റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഫ്രൈഡ് റൈസിന് റൈസ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ കുക്കഡായി പോകാൻ പാടില്ല. ഒരു 1/4 ഭാഗം കുക്ക് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് ഒരു പരന്ന പാത്രത്തിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾസ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് 1/4 കപ്പ് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി വലിയ സൈസുള്ളതാണ് കേട്ടോ. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ കളറും വൈറ്റ് കളറുള്ള പോർഷനും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഒരു സവോളയുടെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കണം. ഇനി വേണ്ടത് മുട്ടയാണ്. നമ്മളെടുത്ത് റൈസിനനുസരിച്ച് 2 മുട്ട തന്നെ ധാരാളമാണ് കേട്ടോ. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് അടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി റൈസ് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യണം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കുക. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വെജിറ്റബിൾസിൻ്റെ ആ കളറൊന്നും മാറാതെ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും 1 ടീസ്പൂണ് സോയാ സോസുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റൈസ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവൂ. ഞാനിവിടെ റൈസ് വേവിച്ചിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ റൈസ് ഒന്നും പൊട്ടിപ്പോവാതെ നന്നായിട്ട് വിട്ട് തന്നെ കിട്ടും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും കേട്ടോ. ഇനി വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റൈസ് നേരത്തെ വേവിച്ച് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കണം. നമ്മൾ സോസിലൊക്കെ ഒഴിച്ചതാണ്, അതിലൊക്കെ ഉപ്പ് ഉള്ളതാണ്. പിന്നെ റൈസ് വേവിച്ചപ്പോഴും ഉപ്പിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് സ്പ്രിംഗ് ഒനിയനും 1 ടീസ്പൂണ് വൈറ്റ് വിനാഗിരും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.